ഹായ് ഫ്രണ്ട്സ്, ശിവാനി മിലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ അതിനൊരു 6 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് പകരം മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തതോ അങ്ങനെ എല്ലാം ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കണത്. നമ്മുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വേഗം മൊരിഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം എരിവ് വേണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. നമുക്ക് ചിക്കൻ ചേർക്കുമ്പോൾ ചിക്കൻ മസാല, ഗരം മസാല എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ മീറ്റാണ് ചേർക്കുന്നത്. മീറ്റ് മസാല ചേർത്ത് ശേഷം ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും മസാലയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് തോന്നിച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ മസാലകളൂടി ആ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ മസാല മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ബ്രെഡ് ഒന്ന് മുക്കി പൊരിക്കണം. അപ്പോൾ ഒരുപാട് ഇത് വേണ്ട, നമുക്കൊരു 2-3 ടീസ്പൂൺ മൈദപ്പൊടി എടുക്കാം. ഒരു 3-3.5 ടീസ്പൂൺ മൈദപ്പൊടി എടുക്കാം. നമ്മൾ സൈഡൊക്കെ ഒന്ന് ഒട്ടി ഒന്ന് ഫില്ല് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രമാണ് ചേർക്കണത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വേണ്ട, ഒരു പിഞ്ചുപ്പ്, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ലൂസ് പരുവത്തിൽ തന്നെ ആക്കിയെടുക്കണം, കട്ടിയൊട്ടും പാടില്ല, വെള്ളം പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബ്രെഡിനെ 4 അരിക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയാണ്. എല്ലാ ബ്രെഡിൻ്റെയും സൈഡൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ച് മാറ്റിയേക്കണ ഭാഗം നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്കിതിൽ വേണം, ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് നമ്മൾ എടുക്കണത് ലാസ്റ്റ്. അപ്പോൾ അതിന് ആ ഭാഗം കളയേണ്ട, നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വൈറ്റ് ഭാഗം നമുക്ക് ജസ്റ്റ് വെള്ളമൊക്കെ നനച്ചിട്ടും നമുക്ക് പരുത്തിയെടുക്കാം. വെള്ളം നനച്ചെടുക്കുമ്പോൾ നമ്മളത് കുതിർന്ന് പോവാതെയും ശ്രദ്ധിക്കണം. ഞാൻ വെള്ളമൊന്നും നനക്കണില്ല, നോർമലി ഒരു ഇതിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഗ്ലാസ് വെച്ച് പരുത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ മൈദയുടെ ആ മിശ്രിതം ഇതിലേക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് മുട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ സൈഡൊന്നും മുട്ടിയില്ല, അറ്റൊന്നും മുട്ടിയില്ല എന്നോർത്ത് ടെൻഷൻ വേണ്ട. നമുക്കത് ഈ മൈദമാവിൽ മുക്കിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡും മറ്റൊക്കെ ഫില്ലായിക്കോളും. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ വീഡിയോസിന് ചെറിയൊരു ഷെയ്ക്കിങ്ങും ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു കൈ വെച്ചാണ് വീഡിയോ എടുക്കലും ഒരു കൈ വെച്ചാണ് ചെയ്യലും. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഷെയ്ക്കിങ്ങൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അതും അടുത്തതും ഞാൻ അതുപോലെ തന്നെ മസാലയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് റോൾ ചെയ്തെടുക്കാം.
ഈ സൈഡൊക്കെ ചിലപ്പോൾ നമുക്ക് കാണും. അപ്പോൾ നമ്മളത് ഇതാണ്ട് അത് മൈദമാവിൽ മുക്കുമ്പോൾ തന്നെ സൈഡൊക്കെ ഒന്ന് ഫില്ലായിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്ത് വരുമ്പോഴേക്കും ഫുള്ള് റൗണ്ട് ആയിക്കോളൂ. അത് നമുക്കിത് ഒരു ഓയിൽ ഒഴിച്ച് ഒരു ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഓയിലൊന്ന് മുക്കിയപ്പോൾ ഒരുപാട് ഓയിൽ വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് 2 സൈഡൊന്നും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓൾറെഡി മസാലയൊക്കെ വെന്തതാണല്ലോ, അപ്പോൾ ബ്രെഡ് മാത്രമല്ലേ നമുക്ക് വേവാനുള്ളൂ. അപ്പോൾ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഓയിലാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കണത് കേട്ടോ. അതിന് ശേഷം 2 എണ്ണം വെച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണുള്ളേ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പൊട്ടിപ്പോയാലോ എന്ന് ഓർത്തിട്ട് 2 എണ്ണം വെച്ച് ഇടുന്നുള്ളൂ. ഇനി എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഓയിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇട്ട് മറിച്ചിട്ട് കളയരുത്. ഒന്ന് ജസ്റ്റ് അടി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം നല്ല അടിപൊളി റോളായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് മാറ്റിയാണ് ഒരു ടിഷ്യൂ വെച്ചൊരു പ്ലേറ്റിലേക്ക് ഇത് ഇടേണതിൽ ആ എണ്ണ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ ഇനി നല്ല ഇത്തിരി ടേസ്റ്റ് വരുമോ എന്നുള്ളതെന്ന്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും ചിക്കനൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. അതെ, ഞാനിതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. പുറമേ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടൊക്കെ ചെയ്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ സോസൊക്കെ മുക്കി കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.